ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജ്ജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ചുങ്കക്കാരും പടയാളികളും സമൂഹത്തിലെ, പ്രത്യേകിച്ച് യഹൂദ ജനത്തിനിടയിൽ ഏറ്റവും വെറുക്കപ്പെട്ട റോമൻ ഭരണാധികാരികൾ തങ്ങളിൽ നിന്നും ചുങ്കം പിരിക്കുവാനും തങ്ങളെ ഉപദ്രവിക്കുവാനുമായി അധികാരപ്പെടുത്തിയിരിക്കുന്ന സ്വന്തം യഹൂദ സമൂഹത്തിൽ നിന്നുള്ള തങ്ങളുടെ സ്വന്തം സഹോദരന്മാർ, അവർ പല സന്ദർഭങ്ങളിലും തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും തങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ചുങ്കം പിരിക്കുവാനും തങ്ങളെ ഭീഷണിപ്പെടുത്തുവാനും അങ്ങനെ അവരുടെ വരുമാനം കൂട്ടുവാനുമായി തങ്ങളെ ഉപദ്രവിക്കുന്ന ചുങ്കക്കാരും പടയാളികളും. എന്നാൽ ആ ചുങ്കക്കാരിൽ ചിലരും, സൈന്യത്തിൽ ചിലരും വിശുദ്ധ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തേക്ക് മാനസാന്തര സ്നാനം നടത്തുവാൻ യോർദാൻ നദിയുടെ തീരത്ത് വരികയാണ്. അവൻ്റെ വാക്കുകൾ കേട്ട്, എന്താണ് ആ വാക്കുകൾ? സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഓർത്ത് പശ്ചാത്താപമുള്ള ഒരു ഹൃദയത്തോടെ മാനസാന്തരപ്പെട്ട് പഴയ സ്വഭാവത്തെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനം. ആ ആഹ്വാനം കേട്ട് ആ ചുങ്കക്കാരും പടയാളികളും അവനോട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന്. ആരാണ് ആ ഗുരു? എങ്ങനെയാണ് ആ ഗുരു കാണപ്പെടുന്നത്? ഒട്ടക രോമം കൊണ്ടുള്ള ഒരു ഉടുപ്പിട്ട് അരയിൽ ഒരു തോൽവാറും ധരിച്ച് നിൽക്കുകയാണ് ആ ഗുരു, വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. സമൂഹം പാപികളായി മുദ്രകുത്തിയ ആ ചുങ്കക്കാരോടും സമൂഹം വളരെ പേടിയോടെ മാത്രം നോക്കിക്കാണുന്ന ആ പടയാളികളോടും ആ ഗുരു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചോ, സഹപ്രവർത്തകരെ ഉപദ്രവിച്ചോ, ചതിയിൽപ്പെടുത്തിയോ, അങ്ങനെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ സ്ഥാനം, നമ്മുടെ പദവി, നമുക്ക് തന്നിരിക്കുന്ന ജോലി, അത് നമ്മുടെ തന്നെ ശാപത്തിനായി തീരാതെ അർഹതപ്പെട്ട ചുങ്കം നിങ്ങൾ പിരിച്ചുകൊള്ളുവാനും ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് പടയാളികളോടും ആവശ്യപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. ഒരുപക്ഷെ ഇന്ന് നമ്മളോടും പറയുന്നുണ്ടാകാം, ദൈവം തന്നതാണ് തൊഴിൽ, ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനം, കർത്തവ്യങ്ങൾ, അവയെല്ലാം ഭംഗിയായി ചെയ്യുവാൻ, അത് വളരെ വിശ്വസ്തയോടും വളരെ ശുഷ്കാന്തിയോടും വളരെ ആത്മാർത്ഥതയോടും അതിൽ പൂർണ്ണമായും മനസ്സ് വെച്ചുകൊണ്ട് ഭംഗിയായി ചെയ്യുവാൻ, നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ സഹനങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും നമ്മുടെ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തൊഴിലും നമ്മുടെ ജോലിയും നന്നായി ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.